UDF അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്തെത്തിയ ഇടതുപക്ഷം പൊതുവെ ദുർബലമാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പിണറായി വിജയന് പോലും നേരത്തെ പോലെ ഒരു വോയിസ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. മാത്രമല്ല ഇപ്പം പല കാര്യങ്ങളും പോലും സഭയിൽ പറയാതെ FB പോസ്റ്റ് ഇടുന്ന അവസ്ഥയുണ്ട്. പിന്നെ അപ്പം ഈ ഒരു പൊതുവേ ഉള്ള ഈ ഒരു ദുർബലമായ അവസ്ഥ പോലെ തന്നെ SFI എന്ന് പറയുന്ന സംഘടനയും DYFI എന്ന് പറയുന്ന സംഘടനയും പൊതുവെ അപ്രത്യക്ഷമായ ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കിട്ടുന്നില്ല, തപ്പിയെടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ രണ്ട് സംഘടനകളും ഒതുങ്ങിപ്പോയി. ഈ ഒരു അവസ്ഥയെ പാർട്ടിക്ക് എന്തായിരിക്കും ഈ ഒരു അവസ്ഥ കൊണ്ട് നേരിടാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും? പാർട്ടി ദുർബലപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തി മേളിലിരിക്കുന്ന നേതാക്കന്മാർക്കപ്പുറം താഴേക്ക് ഇടയിലുള്ള പ്രവർത്തകരിലാണുള്ളത്. ആ താഴേക്കിടയിലുള്ള പ്രവർത്തകർ കൊടുക്കുന്ന ഊർജ്ജമാണ് പലപ്പോഴും മേലേക്കിടയിൽ നിൽക്കുന്നത്. അതായത് ജില്ലാ കമ്മിറ്റി മുതൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റി വരെ, അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റി വരെ എത്തി നിൽക്കുന്ന, അഖിലേന്ത്യാ കമ്മിറ്റി വരെ എത്തി നിൽക്കുന്ന സഹാക്കന്മാർക്ക് ഊർജ്ജം പകർന്നു നൽകുന്നത്. ഈ പറയുന്ന ചെറിയ അല്ലെങ്കിൽ ഈ താഴേക്കിടെയുള്ള സഹാക്കന്മാർക്ക് ഊർജ്ജം പകർന്നു കൊടുക്കുന്നത് അന്നാട്ടിലെ SFI, DYFI തുടങ്ങിയ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, വെസ്റ്റ് ബംഗാളിൽ അത്രയും വർഷം അധികാരത്തിലിരുന്ന CPM ഇപ്പം ഇല്ല. ഇപ്പം വെസ്റ്റ് ബംഗാൾ വേറെ ആളുടെ കയ്യിലാണ് ബംഗാൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് ഭരണം വരുമ്പോൾ പൊതുവെ ഈ പറഞ്ഞ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം തകർച്ചയുടെ വക്കിലേക്ക് പോകും. സ്വാഭാവിക തുരുമ്പെടുക്കുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് പോകും. അതേപോലെ 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് വലിയ തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ്. ഇത് ഈ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് DYFI എന്ന് പറയുന്നൊരു സംഘടന നടത്തിയ ഒരു ശക്തമായ ഒരു സമരം ഏതാ? ഒന്നും നമ്മുടെ മനസ്സിൽ പോലും വരുന്നില്ല ഏത് സംഭവമാണ് ഇവിടെ നടത്തിയെന്നുള്ളതിന്. നമ്മുടെ മുന്നിൽ പോലും ഇല്ല. എന്താണ് ഇവിടെ നടത്തിയൊരു, എത്ര തവണ DYFIക്കാർക്ക് തല്ലുകൊണ്ടിട്ടുണ്ട് ഈ 10 വർഷത്തിനകത്ത്. ഈ 10 വർഷത്തിനകത്ത് തല്ലുകൊള്ളേണ്ട എത്രയോ അവസരങ്ങൾ DYFIക്ക് ഉണ്ടായിരുന്നു, തല്ലുകൊണ്ടിട്ടേയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DYFI ഈ 10 വർഷം കൊണ്ട് മടി പിടിച്ച് തുരുമ്പെടുത്ത് പോയി. പണ്ടൊക്കെ ഈ പറയുന്ന നാട്ടിൻപുറങ്ങളിലൊക്കെ DYFIയുടെ കുറേ യൂണിറ്റ് കമ്മിറ്റികളുണ്ടാവും. ആ യൂണിറ്റ് കമ്മിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ നാട്ടിൽ കുറേയധികം പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ DYFIക്കാർ ഇറങ്ങുകയാണ്. DYFIക്കാർ ഇറങ്ങി ചെന്നിട്ട് അവിടെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന DYFIക്കാർ ഉള്ളൊരു നാടായിരുന്നു നമ്മുടെ കേരളം. എന്നാൽ ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അതോടൊപ്പം തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നു. ഇപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില DYFIക്കാരെ കാണാം. അപ്പം ഇവരാരും ഇന്ന് ഒരു ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന ഒരു ജനകീയ സമരങ്ങളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും നമ്മളിപ്പം DYFI നിന്നും കാണുന്നു, SFI നിന്നും കാണുന്നില്ല. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ നാളുകളിൽ SFI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കും DYFI എന്ന് പറയുന്ന സംഘടനയ്ക്കും ഇനിയിപ്പോൾ 10 വർഷം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വർഷം പോലെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. DYFIക്കും SFIക്കും ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ കേരളത്തിലുണ്ടായി. എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ശക്തമായ ഒരു നീക്കം DYFIയുടെ ഭാഗത്തു നിന്നോ SFIയുടെ ഭാഗത്തു നിന്നോ? MG യൂണിവേഴ്സിറ്റി സെനറ്റ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 19ഓളം സംഘപരിവാർ വരെ കുത്തിത്തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗവർണർ. എവിടെ DYFI? എവിടെ ആയിരുന്നു SFI? ശക്തമായൊരു സമരം, ഒരു തല്ല് മേടിച്ച് ഏതെങ്കിലും ഒരു ആൾക്കാർ, ഇപ്പം നമ്മുടെ മുൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ അദ്ദേഹത്തിന് നിൽക്കാൻ വേണ്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അട്ടിക്കൊണ്ടിട്ട് നട്ടല് വരെ തകർന്നു പോയി. ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സിന്ധുജോയുടെ മുട്ട് പിന്നെ അടിച്ച് ഇളക്കിയിട്ടുണ്ട് ഗ്രനേഡ് ആക്രമണത്തിൽ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച. അപ്പോൾ അന്നത്തെ DYFIയും ഇന്നത്തെ DYFIയും തമ്മിൽ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ DYFI ഒന്നും അല്ല. ഈ പറയുന്ന സെനറ്റ് അംഗങ്ങളെ നിയമിച്ചതുമായി സംഘപരിവാറുകാരെ നിയമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തും ഒരു സമരവും നമ്മൾ കണ്ടില്ല. ഇവിടെ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി പോർട്ടിൽ അതിൻ്റെ ഷെയർ വിറ്റു. എവിടെ ഒരു പ്രക്ഷോഭം നടന്നു? എവിടെ ഒരു സമരപരിപാടി നടന്നു? യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ശക്തമായി നിന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല SFI അങ്ങനെ അത്ര സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടെന്ന്. ഒരു CPM ഭരിക്കുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇവിടുത്തെ അന്നത്തെ ഗവർണർ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി. സെനറ്റ് നിയമങ്ങളിൽ സംഘപരിവാറുകാരെ കുത്തിത്തിരിക്കുന്നു വൈസ് ചാൻസലർ നിയമനങ്ങളിൽ. അങ്ങനെ വന്ന സമയത്ത് CPM അന്ന് നടത്തിയിരുന്നു എന്താണ്, വിദ്യാഭ്യാസ സംരക്ഷണ സമരം എന്ന് പറഞ്ഞിട്ട് വലിയ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മളൊന്നും കാണുന്ന പോലുമില്ല. അതിനുശേഷം ഇപ്പോൾ നോക്കൂ, ഈ രാജേന്ദ്ര ആർലേക്കർ
നടത്തിയിരിക്കുന്ന ഏതെങ്കിലും നടപടികളിൽ അല്ലെങ്കിൽ ആ പരിപാടികളിൽ എവിടെയെങ്കിലും SFIക്കാർ ശക്തമായ സമരം ഒരു കരാവോ ചെയ്യുന്നതെങ്കിലും നമ്മൾ കണ്ടോ? ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം മുനയൊടിഞ്ഞു പോയി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ചെറുപ്പക്കാർ വരുന്നില്ല എന്നുള്ളതാണ്. പുതിയ കുട്ടികൾ DYFIയിലേക്കോ SFIയിലേക്കോ ആകൃഷ്ടരാകുന്ന തരത്തിലൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഒരു DYFI എന്ന് പറയുന്ന സംഘടനയിലേക്ക് പണ്ട് ഒരു തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇറങ്ങി എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രവർത്തന രീതി കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ DYFI പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു ചിട്ടയുണ്ടാവും, ഒരു അച്ചടക്കം ഉണ്ടാവും. എന്നാൽ ഇന്ന് ആ അച്ചടക്കം DYFIക്ക് ഉണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാ. ഇന്ന് ആ അച്ചടക്കം SFIക്ക് ഉണ്ടോ? അന്ന് ചെറുപ്പക്കാർ ഇറങ്ങുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ അതിനകത്ത് പങ്കെടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ DYFIയിൽ അംഗമായി കഴിയുമ്പോൾ ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതകൾ വർദ്ധിപ്പിക്കാനൊക്കെ കഴിയും. അന്ന് ഒരു കാലഘട്ടത്തിൽ പരസ്യമായി മദ്യപിച്ച് നടക്കുന്ന DYFIക്കാരെ കാണാനില്ല, അല്ലെങ്കിൽ പരസ്യമായി മദ്യപിച്ചുകൊണ്ട് DYFIക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ലഹരി വിരുദ്ധത, ലഹരിക്കെതിരായി പോരാടുന്ന DYFIക്കാരായിരുന്നു, SFIക്കാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? അത് ഞാൻ ഇപ്പം ഈ അടുത്ത കാലത്തല്ല പറയുന്നത്, ഇതിന് മുമ്പ് ഒരു തലമുറയെക്കുറിച്ചാണ്, ഒരു 10 വർഷത്തിനൊക്കെ മുമ്പുള്ള തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. അവർ പലപ്പോഴും ഇറങ്ങി തിരിച്ച് പലപ്പോഴും അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു യോദ്ധാവായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരെ നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് മുൻതൂക്കം കൊടുക്കുക, അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന്. ഇതൊക്കെ കാണുമ്പോൾ കുറച്ചധികം ചെറുപ്പക്കാരെന്ത് ചെയ്യും? ഇത് കൊള്ളാം, DYFI, അതിൽ മുദ്രാവാക്യം വിളി, അതിൽ താല്പര്യപ്പെട്ടിട്ട് രാഷ്ട്രീയവാദികളായിട്ട് ഇവർ DYFI എന്ന് പറയുന്ന അല്ലെ SFI പോലെയുള്ള സംഘടനകളൊക്കെ ഇറങ്ങുകയാണ്. സ്കൂളുകളിൽ രാഷ്ട്രീയ നിരോധനം ഉണ്ടായി. സ്കൂൾ തല രാഷ്ട്രീയം ഇല്ല ഇന്ന്. അപ്പോൾ അവിടെ SFIയിൽ DYFI ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും KSU ആണെന്നുണ്ടെങ്കിലും SFI ആണെങ്കിലും ഒരു കൊടിമരം ഫ്രണ്ടിലിടും, നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ബോർഡും വെക്കും. അതിനപ്പുറത്തേക്ക് എവിടെയാണ് സ്കൂൾ തലത്തിൽ പൊളിറ്റിക്സ് ഉള്ളത്? അപ്പോൾ ആ തലത്തിലേക്ക് അങ്ങനെ വന്നപ്പോൾ സ്കൂളുകളിൽ നിന്ന് ഈ കുട്ടികൾ ഇങ്ങനെ SFI എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇന്നത്തെ തലമുറയിലേക്ക് വന്നു കഴിയുമ്പോൾ ജെൻസി ആയിട്ടുള്ള ആരെയെങ്കിലും DYFI പോലെയുള്ള ഒരു സംഘടനകളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, ഇന്നത്തെ ഒരു ജനറേഷൻ ഒരു മാറ്റമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടി പിടിക്കാനും സമരത്തിന് ഇറങ്ങാനും കുട്ടികൾ തയ്യാറായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നത് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജോലി, തൊഴിലില്ലായ്മ, അതായത് ഈ തൊഴിലില്ലായ്മ എല്ലാ യുവാക്കളെയും സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, അങ്ങനെ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ DYFI അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അന്നും ഉണ്ട്. പറയുന്ന പോലെ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ DYFIക്കാർ പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആവണം, അഡ്വക്കേറ്റായ പൊളിറ്റീഷ്യനായി, CPM അല്ലെങ്കിൽ DYFIക്കാരനായി. ഇത് അന്നത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, DYFIക്കാരെ കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന അഡ്വക്കേറ്റുകളായിരിക്കും, അഭിഭാഷകരായിരിക്കും. അതൊരു ട്രെൻഡാണ്. ഇന്നത്തെ തലമുറയിൽ വസീഫ് അടക്കമുള്ള ആൾക്കാരുടെ അടുത്ത് നോക്കിയാൽ മതി, പല നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. അവർക്ക് അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം നടക്കും. അത് പിന്നീട് ആ ഒരു ട്രെൻഡ് കോൺഗ്രസിലേക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ചിന്താഗതികളിലേക്ക് പോകുന്നു. അത് എഡ്യൂക്കേറ്റഡ് ആണ്, എഡ്യൂക്കേഷൻ ഉണ്ട്, വായനാശീലമുണ്ട്. പണ്ട് ലൈബ്രറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇന്നതില്ല. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് യുവതലമുറ ഒരു അഡമൻ്റായിട്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. ഇന്നത്തെ യുവതലമുറയിൽ പലപ്പോഴും അവർക്ക് ഈ ലഹരിയുടെ ഒരു സൈഡിലേക്ക് പലരും വലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കായംകുളം MLA പ്രതിഭയുടെ മകനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തകഴി പാലത്തിൻ്റെ അടിയിൽ എവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നൊരു കേസ് വരെ വന്നു. അപ്പം DYFIക്കാരടക്കം ഇന്നത്തെ യൂത്ത് നേതാക്കന്മാരിൽ പലരും, അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന പലരും ഈ പറയുന്ന മയക്കുമരുന്ന് വ്യാപാരം, അതിൻ്റെ ഉപയോഗം, ഇതിലേക്കൊക്കെ വഴിതെറ്റിപ്പോയി. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് DYFI എന്ന് പറയുന്ന സംഘടനയെ ക്ഷീണിപ്പിക്കും. DYFI പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടാവാം, ചിലപ്പം എവിടെയെങ്കിലും പിരിവെടുത്തിട്ട് ആക്രി പെറുക്കി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും ഒക്കെ ചിലപ്പോൾ പണം സ്വരൂപിക്കുന്നുണ്ടാവും. പക്ഷേ എന്ത് സ്വാധീനം ചെറുപ്പക്കാർക്കിടയിൽ ചെലുത്താൻ സാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ DYFIക്കാർക്ക് കൂടെ പോകല്ലേ എന്ന് വീട്ടുകാർ പറയുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. കാരണം എന്താ, പിടിയിലാകുന്ന ഒരു DYFIക്കാരുണ്ട്, MDMA ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു DYFIക്കാരുണ്ട്, കഞ്ചാവ് കച്ചവടം നടത്തി പിടിയിലാവുന്ന ഒരു DYFIക്കാരുണ്ട്. എല്ലാവരും ഉണ്ട്. എങ്കിൽ തന്നെയും കഞ്ചാവ് കച്ചവടം നടത്തുന്നവരും DYFI ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരുദോഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതായിരിക്കും? CPM DYFI. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് ഇപ്പൊ ജനങ്ങൾക്ക് നേരിട്ട് ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറ്റുന്നത്. എന്താ, CPM അത് ചെയ്യാൻ പാടില്ല. CPM എപ്പോഴും വിലക്കുകളുണ്ട്. CPM എന്ന് പറഞ്ഞ ഒരു കർഷക തൊഴിലാളികളുടെ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ്. അപ്പം അവിടെ CPM വിലക്കുണ്ട്. CPM അത് ചെയ്യരുത്, കോൺഗ്രസ്സുകാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ സഹകരണ സംഘത്തിന്റെ അഴിമതികൾ നടന്നു.
സഹകരണ സംഘത്തിൻ്റെ അഴിമതി നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലാണ്. ഏതാണ്ട് 200 ചില്ലുവാനത്തിലധികം 260-ലധികം സഹകരണ സംഘങ്ങൾ കോൺഗ്രസിൻ്റെ ആയിട്ടുണ്ട്. അവിടെ എല്ലാം അഴിമതി നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കരുവന്നൂർ മാത്രം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ DYFI അങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ, MLA ആയിരുന്ന പുള്ളി ഒരു പെണ്ണ് കേസിലകപ്പെട്ടു. പക്ഷെ അത് എത്ര കാലം ചർച്ച ചെയ്തു? പക്ഷേ അർജുനായങ്കി എന്ന് പറയുന്ന ഒരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് അവനെ പോലീസുകാർ പിടിച്ചു. ഇവിടെയാണ്, അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ അർജുനായങ്കി ആണെങ്കിലും ആകാശ് തില്ലങ്കേരി ആണെങ്കിലും പാർട്ടിയുടെയൊക്കെ ഒരു ഫേസ് നശിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ മുഖം നശിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഇപ്പം പൊതുവെ ചർച്ച ചെയ്യുമ്പോൾ അർജുനായങ്കി ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ല DYFI നേതാവാണ്. ആകാശ് തില്ലങ്കേരി ആരാണ്? അത് CPM കാരനാണ്. ഇങ്ങനെ പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ. ഈ രീതിയിലേക്കൊക്കെ പലരും മാറിക്കഴിഞ്ഞപ്പോൾ പൊതുവിൽ ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല. എന്തിനാ ഞാൻ വെറുതെ നാട്ടുകാർക്ക് വേണ്ടി തല്ലുകൊള്ളുന്നത് എന്ന് പറഞ്ഞൊരു തോന്നൽ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായതോടുകൂടി DYFIയും SFIയും തകർന്നു തുടങ്ങി. ഇനിയും കുതിച്ചുകയറി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. പക്ഷേ ഇത് മുതലാക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം DYFIയും SFIയും ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ തിരിച്ചുവരവ് ഉണ്ടാവും. അങ്ങനെ തിരിച്ചു വന്നാൽ മാത്രമേ പാർട്ടി ഈ 31-ലെങ്കിലും തിരിച്ച് അധികാരം പിടിക്കൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ തകർന്നു പോകും. കാര്യം ഈ പറയുന്ന പിണറായി വിജയൻ 81 വയസ്സായി. പിണറായി വിജയന് ശേഷം ആര്? ആ ചോദ്യമുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ അതിന് ശേഷം ആൾ വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ശരിക്കും യുവജന സംഘടനകളെല്ലാം തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് പാർട്ടിയെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.